പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി നിർമ്മിച്ച വ്യാജ യമുനയാണ് ഈ കാണുന്നത്. ഈ ആരോപണം ഉന്നയിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. കാരണം ഛഠ് പൂജയുടെ ഭാഗമായിട്ട് ഡൽഹിയിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ഛഠ് പൂജയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ വസുദേവ് ഘാട്ടിൽ സ്നാനം ചെയ്യാനെത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രിക്ക് സ്നാനം ചെയ്യാനായിട്ട് ഒരു വ്യാജ യമുന നിർമ്മിച്ചു എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് വന്നിരിക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട് യമുന നദി മലിനമായി ഒഴുകുകയാണ്. ഈ തടാകത്തിന് പിന്നിൽ കാണുന്നതാണ് യഥാർത്ഥത്തിൽ യമുന നദി. ആ യമുന നദിയിൽ മുങ്ങാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം അത്രയധികം മാലിന്യം നിറഞ്ഞ് ഗുരുതരമായ അവസ്ഥയിലാണ് യമുന നദി ഒഴുകുന്നത്. അതുകൊണ്ട് ആ നദിയിൽ പ്രധാനമന്ത്രി ഇറങ്ങുകയാണെങ്കിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സ്നാനം ചെയ്യാനായി പ്രത്യേകമായിട്ട് ഒരു വ്യാജ യമുന നദി നിർമ്മിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനായി വസീറാബാദിലെ പ്ലാന്റിൽ നിന്ന് ശുചീകരിച്ച വെള്ളം ഇവിടെ എത്തിച്ചു. ആ വെള്ളമാണ് ഈ പ്രത്യേകമായി തടാകം കെട്ടി ആ തടാകത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ തടാകത്തിലായിരിക്കും സ്നാനം ചെയ്യുകയെന്നാണ് അറിയുന്നത്. ഇത് ഈ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇതിൽ ഇതുവരെയും BJPയോ ഡൽഹി സർക്കാരോ ഒരു തരത്തിലുള്ള മറുപടിയും ഇതുവരെയും നൽകിയിട്ടില്ല. നിരവധി ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് രാത്രി മുതൽ നാളെ പുലർച്ചെ വരെ ഈ മലിനമായിട്ടുള്ള യമുന നദിയിൽ സ്നാനം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഡൽഹിയിലെ മന്ത്രിമാർക്കുമായി മലിനജലത്തിൽ മുങ്ങാതിരിക്കാൻ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയതിനെയാണ് ആം ആദ്മി പാർട്ടി ഗുരുതരമായിട്ട് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. ഈ ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. പ്രത്യേകമായിട്ടൊരു തടം കെട്ടി ആ തടത്തിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. ഈ വെള്ളം വസീറാബാദിലെ പ്ലാന്റിൽ നിന്നും ശുചീകരിച്ചു കൊണ്ടുവന്ന വെള്ളമാണെന്നാണ് പറയുന്നത്. ഈ നിറം കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതിൽ ഒരു നല്ല നിറവും അതോടൊപ്പം തന്നെ അപ്പുറത്ത് ഒഴുകുന്ന യമുനയിൽ കറുത്ത നിറവുമാണ് കാണുന്നത്. അതാണ് ഇത്തരമൊരു വിമർശനത്തിന് കാരണമായത്. ഇതിൽ ഒരു വിശദീകരണം ഇതുവരെയും ഡൽഹി സർക്കാരോ BJPയോ ഒന്നും ഇതുവരെയും നൽകിയിട്ടില്ല. നാളെ രാവിലെ പ്രധാനമന്ത്രി ഇവിടെ എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാനമന്ത്രിയോടൊപ്പം ഡൽഹിയിലെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും എല്ലാവരും ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ ആരോഗ്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ആം ആദ്മി പാർട്ടി ചോദിക്കുന്നത് പ്രധാനമന്ത്രിക്ക് മാത്രമാണോ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത്? ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരുണ്ട്. പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഈ ഛഠ് പൂജയുടെ ഭാഗമായിട്ട് നാളെ ഇവിടെ പൂജക്കും അതോടൊപ്പം തന്നെ സ്നാനം ചെയ്യാനുമായിട്ടെല്ലാം എത്തുന്നത്. അവരുടെ ആരോഗ്യം എന്തുകൊണ്ട് സർക്കാർ നോക്കുന്നില്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ ദൃശ്യത്തിൽ കാണാം, ഇപ്പോഴും ആ യമുന ശുചീകരിക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഛഠ് പൂജയുടെ ഒരുക്കങ്ങളുടെ ഭാഗമായി ഈ നദി ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. അതിപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെയായിട്ട് ഒരു പ്രത്യേക സംവിധാനം ഇവിടെ ഒരുക്കിയത്. അതെന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഒരു വ്യാജ യമുനയാണ് നിർമ്മിച്ചത് എന്നുള്ളൊരു ആരോപണമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസും ഇതേ കാര്യം തന്നെ ഇപ്പോൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എക്സ് ഹാൻഡിലുകളിലെല്ലാം ഇതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും മുങ്ങാൻ സാധിക്കാത്ത ഒരു നദിയായി യമുന നദി മാറിയിരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം കാളന്തികുഞ്ചിൽ ഉൾപ്പെടെ വിഷപ്പതയാണ് ഒഴുകുന്നത്. എല്ലാ വർഷവും ശൈത്യകാലം ആരംഭിക്കുന്നതോടുകൂടി മലിനീകരണം രൂക്ഷമാകും. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഒരു തരത്തിലും ഈ വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല. കാരണം അത്രയധികം വിഷമാണ്, ബാക്ടീരിയകൾ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന വിഷം നിറഞ്ഞ ഒരു വെള്ളമാണ് യമുനയിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് ആ യമുനയിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്നാനങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആം ആദ്മി സർക്കാരിൻ്റെ സമയത്ത് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഛഠ് പൂജയുമായി ബന്ധപ്പെട്ട്. അത് ഈ വെള്ളം മലിനമായതുകൊണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആ നിയന്ത്രണങ്ങളെല്ലാം ഡൽഹി സർക്കാർ എടുത്തു മാറ്റിയിരിക്കുന്നു. ആളുകൾക്ക് എല്ലാ ഘാട്ടുകളിലും എത്തി ഈ ഛഠ് പൂജയുടെ ഭാഗമാകാമെന്ന് സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ വെള്ളം ഇപ്പോഴും മലിനമായി തന്നെ ഒഴുകുകയാണ്. കറുത്തിരുണ്ടിരിക്കുകയാണ് വെള്ളം. അപ്പുറത്ത് സാധാരണ മനുഷ്യർക്ക് കറുത്തിരുണ്ട വെള്ളവും പ്രധാനമന്ത്രിക്ക് ശുചീകരിച്ച വെള്ളവുമാണ് ഇത്തവണ ഛഠ് പൂജയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ആം ആദ്മിയും കോൺഗ്രസും എല്ലാം ഇപ്പോൾ പറയുന്നത്. അതാണിപ്പോൾ വലിയ രീതിയിലുള്ളൊരു വിവാദമായിരിക്കുന്നത്. ഇനി എന്താണ് ഇതിനൊരു മറുപടി എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. BJPയും അതോടൊപ്പം തന്നെ ഡൽഹി സർക്കാർ എന്താണ് ഇതിന് മറുപടിയായി പറയുക എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും ഛഠ് പൂജയുടെ ഒരുക്കങ്ങൾ ഡൽഹിയിൽ അവസാന ഘട്ടത്തിലാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ബീഹാർ അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഡൽഹി തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരാണ് ഈ ഛഠ് പൂജ കൂടുതലായി ആഘോഷിക്കുന്നത്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ യമുന നദിയിൽ സ്നാനം ചെയ്തിട്ടാണ് ഡൽഹിയിലെ ആളുകൾ ബീഹാറിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് ബീഹാറിലെ മനുഷ്യരെ കുറച്ചുകൂടി പരിഗണന നൽകിക്കൊണ്ടാണ് സർക്കാർ ഇത്തവണ ഈ ഘാട്ടുകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ
സജ്ജീകരണങ്ങൾ ഒരുക്കി നൽകിയിരിക്കുന്നു ബീഹാറികൾക്കായിട്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചാണ് സർക്കാരിൻ്റെ ഇത്തവണത്തെ പ്രവർത്തനം മുന്നോട്ട് പോയത് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വ്യാജ യമുന ഏതായാലും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. പ്രധാനമന്ത്രിക്കായി പ്രത്യേക വെള്ളം, അതും ശുചീകരിച്ച വെള്ളം എത്തിക്കുന്നു. സാധാരണ മനുഷ്യർക്കായിട്ട് ഈ ബാരിക്കേഡിന് ഈ തടത്തിനപ്പുറത്തായിട്ട് മലിനമായിട്ടുള്ള ജലവുമുണ്ട്. പ്രധാനമന്ത്രി ശുദ്ധമായ ജലത്തിലും സാധാരണ മനുഷ്യർ മലിനമായ ജലത്തിലും സ്നാനം ചെയ്യട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് ഇത്തവണ ഡൽഹി സർക്കാർ എടുത്തിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ആരോപിക്കുന്നത്. വരും ദിവസങ്ങളിലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു സംഭവമാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിലെ വസുദേവ് ഘാട്ടാണ്. ഈ വസുദേവ് ഘാട്ടിലായിരിക്കും പ്രധാനമന്ത്രി ഇത്തവണ എത്തി സ്നാനം ചെയ്യുക. ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.